ഞാൻ 1,00,000 കൊടുക്കാറുണ്ട്. ഇന്ന് ഞാൻ കാണിക്കുന്ന ജെ സീരീസ് പ്ലാറ്റ്ഫോം വരുന്ന എഞ്ചിൻ, അതായത് മെറ്റിയോർ, തണ്ടർ, ക്ലാസിക്, ഏതൊരു കാറ്റഗറി വണ്ടിയാണ് ഇതിൽ വരുന്ന കാറ്റഗറി വരുന്ന എല്ലാ വേർഷനിലുള്ള വണ്ടിയും, എല്ലാ മോഡൽ വണ്ടികളും ഉള്ള ഒരു എഞ്ചിനാണ്, സെയിം എഞ്ചിനാണ് ഇതിന് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ അയച്ചേക്കുന്നത് ഭയങ്കര ബാരിംഗ് നോയ്സ് ആയിട്ടാണ്, ക്രാങ്ക് ബാരിങ്ങിന്റെ നോയ്സ് കൊണ്ടാണ് ഇത് അയച്ചത്. അപ്പൊ ഇത് അയച്ചിട്ടുള്ള വീഡിയോസ് ആണ് നമുക്ക് കാണിക്കുന്നത്. ഇതിന്റെ ഗിയറിന്റെ ഒരു ഡിസ്മാൻഡലിംഗ് നിങ്ങൾ വീഡിയോ കാണിക്കുന്നത്. ഇത് ക്രാങ്കാണ് കിടക്കുന്നത്. അപ്പൊ ഇതിന്റെ വെയിറ്റ് എത്രയുണ്ട് എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഇത് ക്രാങ്ക് വെയിറ്റ് ഉണ്ടോ, ഇത് ക്രാങ്ക് വെയിറ്റിനല്ല പ്രധാനം, ഇതിന്റെ ടോർക്കിന്. ഇത് ലോങ് സ്റ്റോക്ക് വണ്ടിയാണ്, അതുകൊണ്ടാണ് ഇത് ലോ എൻഡ് ടോർക്ക് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഇത് ക്രാങ്ക് വെയിറ്റ് എത്രയുണ്ട് എന്നുള്ളത് കറക്റ്റ് ആയിട്ട് തൂക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം, ഒരു ഷോർട്സ് ഇട്ട് തരാം കേട്ടോ. ഇതിപ്പോ ഞാൻ ടൈമില്ല, നമ്മൾ മെഷർമെന്റ് സ്കെയിലൊന്നും ഇവിടെ ഇല്ല, അതുകൊണ്ടാണ് ഈ ഒരു കാര്യം ഒഴിവാക്കിയത്. അപ്പൊ ഇതില് നോക്കാം, ഇതിൽ ശരിക്കും ഒരു ഹാഫ് ക്രാങ്ക് വരുന്നുണ്ട്, അതായത് ബാലൻസ് വീൽ വരുന്നുണ്ട്. ഇതിന് ബാലൻസ് ക്രാങ്ക് എന്നാണ് പറയാ. അപ്പൊ ഇതിന് ടൈമിങ്ങിന് ഒരുപാട് പ്രാധാന്യങ്ങളുണ്ട്. സാധാ വണ്ടി അയക്കുന്ന മാതിരി അയച്ചിട്ട് ടൈമിംഗ് സെറ്റ് ചെയ്യാൻ പറ്റില്ല. അത് അത്യാവശ്യം ഇതിനെക്കുറിച്ച് ട്രെയിനിങ് കിട്ടിയ ആളുകൾക്ക് മാത്രമേ പ്രോപ്പറായി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഇത് വരുന്നത് ഒരു ടൈമിംഗ്, ബാലൻസ് വീലിന്റെ ടൈമിംഗ് ആണ്. ഇത് 1-2 ടൈമിംഗ് വരുന്നുണ്ട്. ആ ടൈമിംഗ് കറക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കണം, അതാണ് ഇതിന്റെ ഏറ്റവും വലിയ വിഷയം. വാൽവ് ടൈമിങ്ങിനും ഒരു ക്രാങ്കിന്റെ മുകളിലാണ് അതിന്റെ മാർക്ക് കൊടുത്തേക്കുന്നത്. അതൊന്നും അറിയാത്ത ആളുകൾക്ക് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് ഐഡന്റിഫൈ ചെയ്ത് ക്രാങ്ക് ടൈമിംഗ് സെറ്റ് ചെയ്യാൻ. അതിൽ ചെറിയ മാറ്റങ്ങൾ, അഡ്വാൻസ് റിട്ടയർഡ് ആയി കഴിഞ്ഞാൽ ഓവർ ഹീറ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതാണ് ഇതിന്റെ ഗിയർ വീലുകൾ വരുന്നത് കേട്ടോ. അതിന്റെ ഗിയർ വീല് അപ്പൊ സാധാരണ ഇപ്പൊ ഇതിന് സംഭവിച്ചത് ബെയറിംഗ് നോയ്സ് ആണ്. ബെയറിംഗ് നോയ്സ് പെട്ടെന്ന് മനസ്സിലാവും. അത് നമ്മളിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പൊ ഈ ഒരു കൈ വെച്ച് ചെറുങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ബെയറിംഗ് പോയി എന്നുള്ള നമുക്ക് കൈന്റെ മോണം അറിയാൻ പറ്റും. അപ്പൊ ഈ ബെയറിംഗ് ശരിക്കും പോയിട്ടുണ്ട്. ഇപ്പൊ നോയ്സ് ശബ്ദമായിട്ടൊന്നും കേൾക്കൂല, നമുക്ക് ശരിക്കും ഫ്രീ ആയിട്ട് കറക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും ഈ ബെയറിംഗ് പോയിട്ടുണ്ടെന്നുള്ളത്. അപ്പൊ ഇതൊന്നും പോയിട്ടില്ല, ബാക്കിയുള്ള ബെയറിംഗ്സ് ഒന്നും പോയിട്ടില്ല. ആ ബെയറിംഗ് പോയിട്ടുണ്ട്. പിന്നെ അതുമാതിരി ഇതാ ക്രാങ്കിന്റെ 2 സൈഡിലെ ബെയറിംഗ് ഇത് നല്ലോണം പോയിട്ടുണ്ട്. അത് ശരിക്ക് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് കയ്യിലേക്ക് ചെറിയൊരു വൈബ്രേഷൻ വരും കേട്ടോ. വൈബ്രേഷൻ, ചെറിയൊരു തരിപ്പ് കിട്ടും നമുക്ക്. ഇത് ഗ്രൈൻഡ് ആവുന്ന ഒരു ചെറിയ ഇത് നമ്മുടെ കയ്യിലേക്ക് ഇങ്ങനെ എഫക്റ്റ് ആവും ഈ ചെറുങ്ങനെ കറക്കുന്ന സമയത്ത്. ഇപ്പൊ പോവാത്ത ബെയറിംഗ് ഒന്ന് കറക്റ്റ് സ്മൂത്ത് ആയിട്ട് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഈ ബെയറിംഗ്സ് ഒന്നും ഒരു കംപ്ലൈൻസും ഇല്ല. ഇത് 38 സംതിങ് കിലോമീറ്റർ ഓടി, ശരിക്കും നല്ല കിലോമീറ്റർ ഓടുന്ന വണ്ടിയാണ്. ഇത് എന്ത് പറ്റിയെന്നുള്ള അറിയില്ല, ലോ ഓയിൽ ഓടിയോ എന്നുള്ള അറിയില്ല. കാരണം നിർത്തിയിട്ട വണ്ടിയാണ്, ഓയിൽ കറക്റ്റ് മാറ്റാതെ ഓടിയതാണ്, ഒന്നും ഒരു ഐഡിയ ഇല്ല. അവരൊന്നും പറഞ്ഞിട്ടില്ല നമ്മളോട്. കുറച്ച് സൗണ്ട് ആയിട്ട് വന്നതാണ്. ഓയിൽ കുറഞ്ഞ് ഓടിയതാണോ അതുപോലെ മാറ്റാൻ വൈകിയതാണോ ഒന്നും അറിയില്ല. ഏതായാലും ബെയറിംഗ് 2ഉം പോയിട്ടുണ്ട്. 2 ബെയറിംഗ് പോകാന്ന് പറഞ്ഞപ്പോൾ സാധാരണ യൂസ് ചെയ്ത് സംബന്ധിച്ചിടത്ത് നോക്കുകയാണെങ്കിൽ ഒരു സംഭവം ഉണ്ടാവില്ല. വളരെ റെയറാണ് ക്രാങ്കിന്റെ ബെയറിംഗ് പോകാൻ. നമ്മൾ പിന്നെ എഞ്ചിൻ അയക്കുന്ന സമയത്ത് മാറ്റി കൊടുക്കാനല്ലാതെ പോല് കുറവാണ്, നമ്മളെ എക്സ്പീരിയൻസിൽ കുറവാണ്. അപ്പോൾ ഇതാണ് ഇതിന്റെ കേസ് വരുന്നത്. ബാലൻസ് വീല് നമുക്കിതിന്റെ നോക്കാം കേട്ടോ. ഗിയർ വീൽ ഓരോന്നായി ആയിരിക്കുകയാണ്. 2 വാഷർ വരുന്നുണ്ട്, വലിയ വാഷർ അടിയിൽ വരും. ഷാഫ്റ്റ് ശ്രദ്ധിക്കുക, ഏറ്റവും വലുത് താഴെ വരും, അതിന്റെ മുകളിലേക്ക് വരും. ഇത് മാറൂല, ഈ സൈഡ് തന്നെയാണ് വരിക. അയച്ചെടുക്കാം. ഇവിടെ ലോക്ക് അയച്ചിട്ടില്ല. ഇതിന്റെ ലോക്ക് ഒന്ന് അയക്ക്. ഇതിലിതാ സ്ലീവ് വരുന്നുണ്ട്, ഒരു ലോക്ക് വരുന്നുണ്ട്. ലോക്ക് കഴിഞ്ഞിട്ട് ഒരു മില്ലിങ്ങുള്ള വാഷർ,
കഴിഞ്ഞിട്ട് ഇതിൽ ഇറങ്ങിയിരിക്കുന്ന സ്ലീവ്, ഇവിടെ വാഷ് വരുന്നുണ്ട് കേട്ടോ അടിയിൽ. ഈ വാഷർ മാറിപ്പോവരുത്. വാഷർ ചെയ്യുക. ഓക്കെ, ഇതാണ് വീല്. നെറ്റ് വെക്കാണ് കേട്ടോ. ഇവിടെ ഒരു വാഷറുണ്ട്. വാഷർ, വീല്, അതേമാതിരി ഇതാണ് സ്ലീവ് ഉണ്ട്. ഓക്കെ, ബെയറിംഗ് നല്ല സ്മൂത്താണ്, യാതൊരു കുഴപ്പമില്ല. ശരിക്കും ക്രാങ്കിന്റെ രണ്ട് സൈഡിലെ ബെയറിംഗാണ് പോയത്. നല്ല ബെയറിംഗ് ആണ്. ഈ ആവശ്യമില്ലാതെ ഇപ്പം ഒരു 38,000 കിലോമീറ്റർ വണ്ടിക്ക് വേണ്ടി കംപ്ലീറ്റ് ബെയറിംഗ് തട്ടിച്ച് മാറ്റേണ്ട കാര്യമൊന്നുമില്ല. കാരണം ഇത് കിലോമീറ്റർ ഓടുന്ന എഞ്ചിനാണ്. പക്ഷെ ഇത് രണ്ടും എങ്ങനെ പോയി എന്നുള്ളത് അറിയില്ല. ഏതായാലും പിന്നെ ഈ ഒരു എഞ്ചിൻ ജി സീരീസ് എഞ്ചിനുമായിട്ട് വർക്ക് എടുക്കുന്ന ആളുകൾ, വർക്ക് എടുക്കാൻ കൊടുക്കുന്ന ആളുകൾ വളരെ ട്രെയിൻഡ് ആയിട്ട് ഒരുപാട് റോയൽ എൻഫീൽഡ് തന്നെ ട്രെയിനിങ് കൊടുക്കുന്ന ഒരുപാട് മെക്കാനിക്സ് പുറത്ത് കേരളത്തിലുണ്ട്. അങ്ങനത്തെ മെക്കാനിക്സിനെ സെലക്ട് ചെയ്തിട്ട് അറിയാവുന്ന മെക്കാനിക്സിൻ്റെ അടുത്ത് മാത്രം പോയി ജെ സീരീസ് വണ്ടി വർക്ക് എടുക്കുക. ഇത് ശ്രദ്ധിക്കാനുള്ള കാര്യം എന്തത്, ഇൻലൈൻ ഓയിൽ കൂൾഡ് എഞ്ചിനാണ്. അതായത് ഓയിൽ കൂൾഡ്, അതായത് ഓയിൽ ആൻഡ് എയർ കൂൾഡ് എഞ്ചിനാണ്. അതായത് ഇൻലൈൻ ആയിട്ട് ഒരുപാട് ഹോളുകൾ, പിന്നെ കൺസീൽഡ് ഒരുപാട് ചെറിയ നാനോ ഹോളുകൾ ഇതിന് ഓയിൽ സർക്കുലേഷൻ ഉണ്ട്. അതുകൊണ്ടാണ് ഇത് എയർ ആൻഡ് ഓയിൽ കൂൾഡ് എഞ്ചിൻ എന്ന് പറയുന്നത്. അത് മെക്കാനിക്സുമായിട്ട് ബന്ധപ്പെട്ട ആൾക്ക് മനസ്സിലാവുള്ളൂ. അതുകൊണ്ട് ആ ഹോളുകൾക്ക് വളരെ കറക്റ്റ് ആയിട്ട് എയറൊക്കെ അടിച്ച് വളരെ ഓപ്പൺ ആക്കിയതിന് ശേഷം മാത്രം എഞ്ചിൻ സെറ്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു എഞ്ചിൻ മെയിനായിട്ട് ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഈ ഒരു ക്രാങ്കിന്റെ കാര്യമാണ്. ഈ ഒരു ക്രാങ്ക് എത്ര വെയിറ്റ് ഉണ്ട് എന്നുള്ളത്. അപ്പൊ ഞാൻ അതും മിക്സർ ചെയ്തിട്ട് കറക്റ്റ് ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. എത്രത്തോളം ക്രാങ്ക്, ഇത് ക്രാങ്ക് വെയിറ്റ് നല്ല പ്രധാനം എന്നുള്ള മനസ്സിലാക്കുക. ലോങ് സ്റ്റോക്ക് എഞ്ചിനാണ്, എന്നാൽ 40 km/h സ്പീഡിലൊക്കെ ടോപ്പ് ഗിയറിൽ ഓടുന്നൊരു വണ്ടിയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ കാര്യങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ എഞ്ചിൻ സെറ്റ് ചെയ്യുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. സാധാ ബുള്ളറ്റ് ആയിട്ട് ഡെന്റൽ ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എഞ്ചിനാണ്. പിന്നെ ബുള്ളറ്റ് ഇതുവരെ ഇറക്കിയിട്ടുള്ള ട്രഡീഷണൽ എഞ്ചിന് വ്യത്യസ്തമായിട്ടുള്ള മോഡേൺ ഒരു എഞ്ചിനാണിത്. അപ്പൊ അതിന് തന്നെ ഒരുപാട് ബാലൻസ് വീലും അതേമാതിരി വൈബ്രേഷൻ റെഡ്യൂസ് ചെയ്യാനുള്ള ബാലൻസ് വീൽ എന്ന് പറഞ്ഞാൽ ഒരുപാട് ടൈമിങ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതേമാതിരി ടൈമിംഗ് സെറ്റിങ്ങിന്റെ കാര്യങ്ങൾ തന്നെ വളരെ ഡിഫറെന്റ് ആണ്. ബാക്കി ഇതുവരെ വന്നുകൊണ്ട് വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള സംഗതിയാണ്. അപ്പം അടുത്തൊരു വീഡിയോ ഇതിൽ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ വ്യക്തമായിട്ട് കാണിച്ചു തരാം. അടുത്ത വീഡിയോ കൂടെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.